ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാമായണ മാസം ആരംഭമായി. നല്ലൊരു പുണ്യമാസമാണ്. അതോടൊപ്പം തന്നെ കർക്കിടക മാസമാണ്. അപ്പൊ കർക്കിടക മാസത്തില് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്ന സമയമാണ്. കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട്. അപ്പൊ ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാനും നല്ല ശരീരപുഷ്ടിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു കഞ്ഞി പരിചയപ്പെടുത്തി തരാം. ഈ കർക്കിടക മാസത്തില് 4 തരത്തിലുള്ള കഞ്ഞി പരിചയപ്പെടുത്തി തരാം. സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് കുറെ ചിട്ടകളൊക്കെ ഉണ്ട്. പഥ്യമെടുക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ അവതരിപ്പിക്കാൻ പോകുന്ന ഈ കഞ്ഞിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിൽ പച്ചമരുന്നുകളൊന്നും ഇടുന്നില്ല. എന്നാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞികളാണ്. അപ്പോ ഇത് മുടങ്ങാതെ കാണണം. ഈ കഞ്ഞിയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നവധാന്യ മധുരക്കഞ്ഞിയാണ് ആദ്യം കാണിക്കാൻ പോകുന്ന കഞ്ഞി. അപ്പോ ഇത് പേര് പോലെ തന്നെ മധുരമുള്ള ഒരു കഞ്ഞിയാണ്. ആർക്കും അങ്ങനെ മടുപ്പൊന്നും തോന്നില്ല. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നവധാന്യങ്ങളാണല്ലോ. അതായത് 9 ധാന്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ തലേ ദിവസം 6 ധാന്യങ്ങൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അതായത് കഞ്ഞി എപ്പോഴും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം വൈകിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ടേബിൾ സ്പൂൺ അളവിൽ 2 ചെറിയ ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ടേബിൾ സ്പൂൺ വലിപ്പത്തിൽ തന്നെ 1 ടീസ്പൂൺ ഉണക്കപ്പയർ, അതായത് വൻപയർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുതിര, പിന്നെ അതേ ടീസ്പൂൺ അളവിൽ തന്നെ കടലപ്പരിപ്പ് അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടീസ്പൂണിൻ്റെ വലിപ്പം വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇത് 1 ടീസ്പൂൺ അളവിൽ മുത്താറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 6 സാധനങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. പിറ്റേ ദിവസം ഞാനിതെടുത്തു. എന്നിട്ട് നമ്മളിതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോഴാണ് 9 എണ്ണം ആവുക. അതിനായിട്ട് ഇത് ടീസ്പൂൺ വലുപ്പത്തിലാണ് 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് നുറുക്കെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് നവരയരി. നമുക്ക് നവരയരി വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഔഷധക്കൂട്ടിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഔഷധക്കൂട്ടിൽ ഈ പച്ചമരുന്ന് പൊടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ നവരയരി മാത്രം എടുക്കുകയാണ്. ഇത് ഒരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. സെയിം അതേ അളവ് തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ നവരയരി ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കല്ലരി ഇട്ടാ, അതായത് പൊടിയരി കഞ്ഞിക്ക് വയ്ക്കാനാണ് ഉത്തമം. അപ്പോൾ അതെടുക്കാം. എന്നിട്ട് ഇതിനെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുതിർക്കാൻ വെച്ച ധാന്യങ്ങളെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് എള്ളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ വിസിൽ വന്ന സമയത്ത് തീ ഞാൻ സിമ്മിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 വിസിലും കൂടെ എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ചെരുകിയത് എടുത്തിട്ട് അതിൻ്റെ നല്ല കട്ടിയുള്ള പാലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 അച്ച് ശർക്കര ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കുക്കറിൽ 1 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 വിസിലും കൂടെ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കഞ്ഞീനെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി ചീകി വെച്ച ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കഞ്ഞി ഓൾറെഡി വെന്തിട്ടുണ്ട്. നല്ല ശർക്കരയൊക്കെ ഒന്ന് അതിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കഞ്ഞി ഓൾറെഡി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കഞ്ഞി റെഡിയായി. പിന്നെ നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഈ നെയ്യിനെ നമുക്ക് ഈ കഞ്ഞിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല മണം വരുന്നുണ്ട്, നല്ല നെയ്യിൻ്റെ മണമുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ്. ഞാനിത് കുടിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉലുവയുടെ ഒക്കെ ഒരു കയ്പ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കയ്പ്പ് ഈ ശർക്കര ഇട്ടപ്പോൾ നമുക്കത് അറിയില്ല. ആ കയ്പ്പൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മൾ അധികം അളവിൽ ഉലുവയൊന്നും എടുത്തിട്ടില്ല, 2 ചെറിയ സ്പൂണല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് എന്താ, നമ്മുടെ ബോഡിയിൽ നല്ല ആരോഗ്യപ്രദമായ ഒരു ഫുഡ് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു കഞ്ഞിയാണിത്. പച്ചമരുന്നൊക്കെ ചേർക്കുമ്പോൾ ആളുകളൊന്നും കുടിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞി തയ്യാറായിട്ടുണ്ട്. പിന്നെ കഞ്ഞി കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നില്ലെങ്കിൽ മിനിമം 7 ദിവസമെങ്കിലും അടുപ്പിച്ച് കുടിക്കണം കേട്ടോ. ഇത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇതിപ്പം കർക്കിടകം എന്നല്ല, ഏത് സീസണിലും നമുക്കിത് കഴിക്കാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.